ഓ ഇന്ന് ആ പെണ്ണിന്റെ കൊലപാതക വാർത്തയുണ്ടല്ലോ. ദിവസമുണ്ട്. നിഷയുടെ ഘാതകരെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ദീപുവും മറ്റപ്പള്ളി. മറ്റേ പുള്ളിയല്ല, മറ്റപ്പള്ളി. അതാര്? ഇതിന്റെ ലേഖകൻ. ഓ ഇതൊക്കെ വേറെ ഉടായിപ്പ് കേസ്. എന്ത് പറയാൻ ചേട്ടോ, ഈ ചായയിൽ നിറച്ച് വെള്ളാണല്ലോ. എന്താ നിറയെ വെള്ളാണെന്ന്. കറന്ന് പാലും കൊണ്ട് വാ, ഞാൻ പൊടിയിട്ട് ഇളക്കി തരാം. അയ്യോ, അത് മുതലാകൂ. അയ്യോ നിന്റെ മുതലും കൊണ്ട് വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടാ പോടാ. എന്റെ എത്രയായി ചേട്ടാ ഒരു ചായ? ആ സാറ് ഇരുന്നാട്ടെ. ഓ അല്പം കടുപ്പം കൂടിക്കോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ ആകപ്പാടെ ഒരു സൈസ് ചായ കിട്ടുള്ളൂ. ഊളച്ചായ. ഊളച്ചായയുടെ പൈസ അവിടെ വേടാ. ദേ ഇരിക്കണം. ഒരു 10 രൂപ കിട്ടിയ അഹങ്കാരം. ചായ സാരിയുടെ പുതിയതാണല്ലേ? ആണല്ലോ. എന്താ? അല്ല ഒന്നുമില്ല, കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇപ്പൊ പത്രത്തില് മുഴുവൻ കൊലപാതകവും ആക്രമണമാണല്ലോ. എന്റെ സാറേ, ഇതെല്ലാം ഉടായിപ്പല്ലേ. ഉടായിപ്പോ? ഇത് എന്റെ ഇരട്ടപ്പേരാ സാറേ, ഉടായിപ്പം. പോടാ വരപ്പട്ടി. ഇപ്പൊ പിന്നെ പത്രത്തിലും ടി വിയിലും ഒക്കെ വരുന്ന വാർത്തയെല്ലാം വേറെ ഉടായിപ്പല്ലേ. ഇതൊക്കെ ഉണ്ടാക്കി വിടാൻ കുറെ ഉടായിപ്പുകൾ. ഇവന്മാരെയൊക്കെയാണ് ആദ്യം തല്ലേണ്ടത്. ചേട്ടാ 2 വട. ആ എടുക്കാം. സംഭവം ശരിയല്ലേ? ഒരു പാവം പെണ്ണിനെ ക്രൂരമായിട്ട് കൊന്നത്. ഓ പിന്നെ എന്തോന്ന് സാറേ. സാറേ എല്ലാം ഉടായിപ്പ് വാർത്തകളാ. ഉടായിപ്പാണോ? എന്റെ സാറേ, ഈ പറയുന്ന ബാലനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ. ഈ കൊച്ച് കണ്ണും കൈയും കാലും ഒക്കെ കാണിച്ച് കറക്കിയെടുത്തല്ലേ. അവനെ എന്നിട്ട് ഗൾഫിലും പറഞ്ഞു വിട്ട്. ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ? ആ അവൻ അവിടെ കിടന്ന് രോഗം പിടിപ്പിച്ച് ഇവിടെ വന്നപ്പാ ഇവക്ക് അവനെ വേണ്ട. ഓ അങ്ങനെയാണെങ്കിൽ ഉടായിപ്പാ. ഞാനാ? അല്ല, അവള്. ആ പിന്നെ സാറേ, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം ഇവിടെ ഒരു കതറുകാരൻ വന്നായിരുന്നു. അയാൾ കുറെ നേരം ഇവിടെ ഉണ്ടായിരുന്നു. ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബാലനെ ഇറക്കിയിട്ട് വന്ന മിനിയുടെ ഓട്ടോയിൽ കയറി അയാളെ കൊണ്ട് പോയി. അയാൾ ഉടായിപ്പാണ് സാറേ. ആണോ? പിന്നെ അല്ലാതെ. സാറേ, ഈ ചത്ത പെണ്ണിന്റെ അപ്പനായിട്ടുള്ള രാഘവൻ, അയാളല്ല ഈ പെണ്ണിന്റെ തന്ത. ഇതൊക്കെയാണ് അയാൾ എന്നോട് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ മൊത്തത്തിലൊരു ഉടായിപ്പ് പരിപാടിയാണെന്ന്. കൊള്ളാലോ. ഓഹോ. അല്ല സാറിന്റെ പേരെങ്ങനെയായിരുന്നു? ദീപ് മറ്റപ്പള്ളി. ആ എന്നാ പരിപാടി? ഞാനൊരു ഉടായിപ്പാണ്. ഉടായിപ്പാ? അതേന്നേ, തന്റെ ഭാഷയിലുള്ള ഉടായിപ്പ് തന്നെ പത്രപ്രവർത്തനം. സാറേ സാറേ, ഞാൻ പറഞ്ഞൊന്നും പത്രത്തിലോട്ട് എഴുതി പിടിപ്പിക്കരുത്. ആ ചത്ത പെണ്ണിന്റെ തള്ള വാത്സ എന്നെ ജൗളി പൊക്കി കാണിക്കും. ഏയ് പോട്ടെ. ഓ വേണ്ടായിരുന്നു. എന്റെ മോളൊരു പാവമായിരുന്നു സാറ്. അപ്പൊ ബാലനോ? ഓ അവനൊരു മണ്ടനായിരുന്നു. ഓ ഞാൻ അറിഞ്ഞത് അവര് തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു എന്നാണല്ലോ. നല്ല സ്നേഹത്തിലായിരുന്നു. അതാണല്ലോ അവൻ എന്റെ മോളെ. നിങ്ങൾക്ക് ഉറപ്പാണോ അവനാണത് ചെയ്തതെന്ന്? അവനല്ലാതെ ആര് ചെയ്യാനാ സാറേ? ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ ഈ വീട്ടിലുണ്ടാക്കിയ ഒരു പുകില്. നീ എന്ത് പണിയാ ചെയ്യണേ? അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു സാറേ അവന്. ദുഷ്ടനായതുകൊണ്ടായിരിക്കാം സ്ഥലം വീട് എല്ലാം. എന്തായാലും ശരി, നമുക്ക് വീണ്ടും കാണാം. അല്ല സാറേ, എന്നാ ഇത് പത്രത്തിൽ വരിക? അടുത്ത് തന്നെ പത്രത്തിൽ വരും. എല്ലാത്തിനും ഒരു നല്ല സമയം നോക്കണമല്ലോ. അടുത്ത തവണ വരുമ്പോ ഞാൻ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവരാം. നമുക്ക് ചേച്ചിയുടെ കുറെ നല്ല ഫോട്ടോ എടുക്കണം. ഒന്ന് ഒരുങ്ങിക്കണം. അതെ, ഞാൻ ഈ ബ്യൂട്ടീഷ്യനിലൊന്നും പോവാറില്ല. എന്നാലും ഈ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ വർക്കത്ത് അതുകൊണ്ട് എപ്പോ വേണേലും ഫോട്ടോ എടുക്കാം. എന്നാലേ ഞാനൊരു ബ്യൂട്ടീഷ്യനായിട്ട് വരാം. ശരി സാറേ.
കേറിയ പോലെ പോട്ടെ പോട്ടെ എന്ന് പറയണ്ട. സത്യത്തിൽ സാറിന് എവിടെ പോണ്ടത്? ബാലൻ പോയ സ്ഥലത്തേക്ക്. പാലം പോയ സ്ഥലത്താ? എന്ത് ചെവി കേൾക്കൂലേ? ബാലൻ പോയ സ്ഥലത്തേക്ക്. സാറാരാ സാറേ? ഞാനൊരു പത്രക്കാരനാ. എന്റെ പൊന്നു സാറേ, എന്റെ പേരൊന്നും പത്രത്തിൽ എഴുതി പിടിപ്പിച്ചേക്കല്ലേട്ടാ. 2 പെൺപിള്ളേരെ വളർത്താൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കണേണ് സാറേ. അത് ആൾക്കാർ പറഞ്ഞു. മിനി ചേച്ചിയുടെ ഹാർഡ് വർക്കിന്റെ കഥ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോ പകച്ചു നിൽക്കാതെ കൂലിപ്പണിക്ക് പോയതും ആ കാശും താലുമാല വിറ്റതും ചേർത്ത് പഴയൊരു ഓട്ടോ വാങ്ങിയതും രാത്രി ടൗണിലും പകൽ ഇവിടെയും ഓട്ടോ ഓടിച്ച് മക്കളെ വളർത്തിയ കഥ. ചേച്ചിയെ കുറിച്ച് എന്തായാലും ഒരു ലേഖനം എഴുതും. അടുത്തോണ ആവട്ടെ. മൂത്ത മകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മൂത്ത മോളിപ്പോ ഫൈനൽ ഇയർ നേഴ്സിന് ഹൈദരാബാദിലാണ്. ഇളയതോ? അവള് +2 പഠിക്കുന്നു. എന്തായാലും വെക്കേഷന് മക്കൾ വരുമ്പോൾ ഒരു ഉഗ്രൻ ലേഖനം ഞാൻ എഴുതും. ചേച്ചിയുടെ നമ്പർ പറ. അത് 9544309347. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുക്കട്ടെ. ചേച്ചി ബാലൻ ഇറങ്ങിയത് ഇവിടെയാണോ? അത് ഇവിടെ തന്നെ എത്തിയപ്പോഴാണ് അവൻ ഓട്ടോറിക്ഷ നിർത്താൻ പറഞ്ഞത്. എന്നിട്ട് ഇത് അവിടെ നിന്ന് ഒരു കമ്പി എടുത്തവൻ. എന്നിട്ട് കമ്പി എടുത്തിട്ട് അവൻ വണ്ടി കയറിയിട്ട് പറഞ്ഞ് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ പറഞ്ഞ് അവനവിടെ ഇറങ്ങി അങ്ങോട്ട് പോയങ്ങോട്ട്. ബാക്കി പൈസ പോലും എൻ്റെ അവൻ മേടിച്ചില്ല സാറേ. ഈ രണ്ടിലൊന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞാ നിശ്ചയം കൊല്ലൂന്നാണോ? അതെനിക്ക് അറിഞ്ഞൂട് സാറേ. പിന്നെ പോലീസിന് കൊടുത്ത മൊഴി? അത് പിന്നെ അത് വേറെ. ഓട്ടോ പുതിയതാണല്ലേ? പുതിയതാ. അത് കഴിഞ്ഞ ആഴ്ച റെഡി ക്യാഷിന് അല്ലേ? അതെ അതെ. ആ ഇറങ്ങിക്കോ. ഇറങ്ങും. ആൻമോളെ, മോക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ദീപങ്ങള്. കഴിഞ്ഞ വർഷം മോളുടെ ആദ്യ കുർബാനൊക്കെ ഒന്ന് ഓർമ്മയില്ലേ? ഇതാ മോളെ അന്ന് ഞാൻ എടുത്ത ഫോട്ടോ. മോള് മമ്മിയാണ് നോക്കുന്നത്. ഇതാ ഇപ്പൊ വരും. ഇതാ വീട് വരെ പോയതാണേ. ഐസ്ക്രീം ഐസ്ക്രീം ടോയ്ലറ്റ് പോവാനേ. ഐസ്ക്രീം ഐസ്ക്രീം. ആ 2 ഐസ്ക്രീം. 50. എത്രയാ? 50 രൂപ. ഐസ്ക്രീം ഐസ്ക്രീം. വേണ്ട അങ്കിൾ, അപരിചിതരോടൊന്നും വാങ്ങി കഴിക്കരുതെന്നാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഞാൻ അപരിചിതനല്ലല്ലോ. മോളുടെ പപ്പയുടെ കൂട്ടുകാരനല്ലേ? മോളാണോ ക്ലാസ്സിൽ ഫസ്റ്റ്? അല്ല, ശ്രീദേവിയാ. ആ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റിനൊക്കെ ടോണിയോ ആവും. ആ. മോക്ക് പോലീസിനെ പേടിയാണോ? ഈയൊരു പെണ്ണിനെ കൊന്നില്ലേ? അതിന്റെ സാക്ഷി മോളല്ലേ? അപ്പൊ പോലീസ് മാമന്മാരൊന്നും മോളോട് ചോദിച്ചില്ലേ? അതിന്റെ പേടി മാറിയില്ലേ? ഇല്ല. ആ അതെന്താ അങ്ങനെ? മോളെ പേടിപ്പിച്ചോ? മോള് കണ്ടതല്ലേ പറഞ്ഞോളൂ. അത് ആ എന്നെ പേടിപ്പിച്ച് പറയിപ്പിച്ചതാ. മോളെന്തിനാ കരയുന്നത്? കരയണ്ട. ആ മോളുടെ മമ്മി എത്തിയല്ലോ. ഇതാണോ അങ്കിളുടെ ആള്? ആ എന്താ മമ്മി?